മാന്യസദസ്സിന് വന്ദനം. എൻ്റെ കർത്താവിൽ എൻ്റെ ദൈവമേ എന്ന മഹത്തായ വിശ്വാസഭാഷ്യം ലോകത്തിന് നൽകിയ തൊട്ടറിഞ്ഞ വിശ്വാസത്തിൻ്റെ പ്രതിപുരുഷനായ വിശുദ്ധ തോമാസ് സ്ലീഹായെക്കുറിച്ച് ഒരു ചെറിയ പ്രസംഗം പറയുവാനാണ് ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത്. ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ, ഇരട്ടപ്പെരുന്നവൻ എന്ന അർത്ഥത്തിൽ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ. യേശുവിൻ്റെ സുവിശേഷത്തെ പ്രതി ജാഗ്രതയോടെയും ധീരതയോടെയും വ്യക്തതയോടെയും മുന്നേറിയ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആൾരൂപം. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് ചങ്കുറപ്പോടെ ഏറ്റുപറഞ്ഞ് മറ്റു ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ വിശുദ്ധ തോമാസ് സ്ലീഹ. സംശയവും വിശ്വാസവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നും സംശയ നിവാരണം ആഴത്തിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുമെന്നും ആ പുണ്യതാതൻ നമുക്ക് കാട്ടിത്തന്നു. 1-ാം നൂറ്റാണ്ടിൽ ഗലീലയിലാണ് വിശുദ്ധ തോമാസ് സ്ലീഹ ജനിച്ചത്. എത്യോപ്യയിലും പേർഷ്യയിലും സുവിശേഷം പ്രഘോഷിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഭാരതമണ്ണിൽ കാലുകുത്തിയത്. AD 52 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ആദ്യമായി എത്തിച്ചേർന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ, തിരുവാങ്കോട് എന്നിവയാണ് ആ 7 പള്ളികൾ. വിശുദ്ധ തോമാസ് സ്ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഒരു പുണ്യഭൂമിയാണ് മലയാറ്റൂർ. AD 72 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് ശത്രുക്കളുടെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് വിശുദ്ധ തോമാസ് സ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചു. സീറോ മലബാർ സഭയുടെ വിത്തുകൾ ഭാരതമണ്ണിൽ പാകിയ ആ പുണ്യപിതാവിൻ്റെ മരണദിനമാണ് ജൂലൈ 3 ദുക്രാന. ഓർമ്മ എന്നാണ് ദുക്രാന എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നീട് അദ്ദേഹത്തിൻ്റെ പൂജീയ അവശിഷ്ടങ്ങൾ ഇറ്റലിയിലെ ഓർത്തോണയിലേക്ക് കൊണ്ടുപോകുകയും അതിൽ ഒരു ഭാഗം തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം ജീവിതം കൊണ്ട് യേശുവിന് സാക്ഷ്യം നൽകിയ ആ പുണ്യപിതാവിനെ പോലെ ഹൃദയത്തിൽ അഗ്നിയും കാലിൽ ചിറകുകളുമുള്ളവരാകാൻ നമുക്ക് പ്രയത്നിക്കാം. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.